പി കെ ശശി ഒറ്റപ്പാലത്ത് തന്നെ മത്സരിക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. ശശി നിലപാട് വ്യക്തമാക്കിയാൽ ഉടൻ നേതൃത്വം മണ്ഡലം പ്രഖ്യാപിക്കും. അടുത്ത ദിവസങ്ങളിൽ പാലക്കാട്ടെ CPIM-ന്റെ താഴെത്തട്ടിൽ നിന്ന് പൊട്ടിത്തെറി ആരംഭിക്കും. 7 സീറ്റുകൾ പാലക്കാട് UDF നേടുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി റിപ്പോർട്ടറിനോട് പറഞ്ഞു. വിസ്മയം എല്ലാവർക്കും ആസ്വദിക്കാനുള്ള CPM-ന് പൊട്ടിത്തെറിയായി. ഈ ജില്ലയിൽ കുറച്ച് കാലങ്ങളായിട്ടുള്ള വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പിൽ മറനീക്കി പുറത്തു വരികയാണ്. നല്ല രീതിയിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അവരുടെ നിലപാട് കൃത്യമായിട്ടും അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ആ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാവും. ആലോചന നേതൃതലത്തിൽ തീരുമാനമായതിന് ശേഷം ഫൈനലാവും. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇനിയും പാലക്കാട് ജില്ലയിലെ CPM-ൽ വ്യാപകമായ പൊട്ടിത്തെറി ഉണ്ടാവും. അത് താഴെ തട്ട് വരെ ഉണ്ടാവും. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇക്ബാൽ, പി കെ ശശിയെ ഒപ്പം കൂട്ടരുത്, മത്സരിപ്പിക്കരുത് എന്ന നിലപാട് ഒറ്റപ്പാലത്തെ കോൺഗ്രസ് നേതാക്കൾ KPCC-യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടുത്ത അതൃപ്തി ആ നീക്കവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. ഇതിനിടയിലാണ് പി കെ ശശി ഒറ്റപ്പാലത്ത് തന്നെ മത്സരിച്ചേക്കുമെന്ന തരത്തിലുള്ള വി കെ ശ്രീകണ്ഠന്റെ പ്രതികരണം വരുന്നത്. എന്താണ് മനസ്സിലാവുന്നത് ഇക്ബാൽ അറക്കൽ? റീജിത്ത്, അതായത് CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട പി കെ ശശി ഇത്തവണ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. അത് CPM വിമതരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥിയായിരിക്കും പി കെ ശശി ഒറ്റപ്പാലത്ത് UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുക എന്നുള്ളതായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷേ അതിന് പിന്നാലെ തന്നെ ഒറ്റപ്പാലത്ത് കോൺഗ്രസ് നേതാക്കൾ വ്യാപകമായി പി കെ ശശിയെ UDF സ്ഥാനാർത്ഥിയാക്കുന്നത് എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വന്നിരുന്നു. പരസ്യമായി ഉൾപ്പെടെ ഒറ്റപ്പാലത്തെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്താണ്. പി കെ ശശിക്കെതിരെ ഈ ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്ന സമയത്ത് തങ്ങളെല്ലാം വലിയ രീതിയിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയ ആളുകളാണ്. അത്തരത്തിലുള്ള പി കെ ശശിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് വീണ്ടും ആളുകളുടെ ഇടയിലേക്ക്, ജനങ്ങളുടെ ഇടയിലേക്ക് പോകാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പലരും നേതൃത്വത്തോട് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ വി കെ ശ്രീകണ്ഠൻ MP തന്നെ വ്യക്തമാക്കുന്നത് പി കെ ശശി ഒറ്റപ്പാലത്ത് തന്നെ മത്സരിക്കുമെന്നുള്ളതാണ്. ഷൊർണൂർ അല്ലെങ്കിൽ ഒറ്റപ്പാലത്തോ പി കെ ശശി മത്സരിക്കും. UDF-ന്റെ ഭാഗമായിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ UDF-ന്റെ പിന്തുണയോടുകൂടിയായിരിക്കും ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരമെങ്കിൽ ഇപ്പോഴിതാ ഏകദേശം ധാരണയായിരിക്കുന്നു എന്ന മട്ടിലാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ പുറത്തു വരുന്നത്. ഒറ്റപ്പാലത്ത് തന്നെ പി കെ ശശി UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കും എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വി കെ ശ്രീകണ്ഠനും ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പി കെ ശശി വരികയാണെങ്കിൽ ഒറ്റപ്പാലത്ത് ഒരു വിസ്മയം തീർക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത്. പക്ഷേ അത്തരത്തിലൊരു വിസ്മയ പ്രതീക്ഷയിലും ഒന്നല്ല ഒറ്റപ്പാലത്തുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പി കെ ശശിക്ക് പകരം അവിടെ മത്സരിക്കുമെന്ന് പറയുകയാണ് വി കെ ശ്രീകണ്ഠൻ MP. റിപ്പോർട്ടറിനോട് സംസാരിക്കുകയായിരുന്നു വി കെ ശ്രീകണ്ഠൻ.